കർത്താവേ, അനുഗ്രഹിക്കണേ. അവിടുത്തെ നാമത്താൽ എനിക്ക് സമാധാനം നൽകണമേ. ആമേൻ. ആമേൻ. അച്ഛനിവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? കാണുന്നില്ലല്ലോ. അച്ഛൻ എവിടെന്നാ വരണേന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ലേ മാഡം? അടിമറ്റത്ത് കത്തനാരെന്ന് പറഞ്ഞ ആരാ? എന്തൊക്കെയോ മാന്ത്രിക സിദ്ധിയുള്ള ആളാന്നാ പൊതുവെ എല്ലാരും പറയുന്നത്. അങ്ങനെയാണോ? അച്ഛന് മാന്ത്രിക സിദ്ധികൾ വശമുണ്ടോ? ഉണ്ടാവും. അതുകൊണ്ടല്ലേ ഈ നാട്ടിലെല്ലാവർക്കും അടിമറ്റത്തച്ഛന്റെ പേര് കേൾക്കുമ്പോ പേടിയും ബഹുമാനവും ഒക്കെ. അപ്പോ അച്ഛൻ വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരാ ഇപ്പോ വാതിലടച്ചത്? അതാണ് മാഡം ഞാൻ പറഞ്ഞ അച്ഛന്റെ മാന്ത്രിക ശക്തി. രണ്ടുപേരും വന്നിട്ട് കുറെ നേരമായോ? മന്ദാകിനി, ആരാ നമ്മളോടിപ്പോ സംസാരിച്ചത്? അച്ഛന്റെ ശബ്ദം പോലെ എനിക്ക് തോന്നിയേ. അച്ഛൻ ചില സമയത്ത് ഇങ്ങനെയാ, അശരീരി ഉണ്ടാവൂ, ആളിനെ കാണാൻ പറ്റില്ല. ഈ കൂട് വിട്ട് കൂടുമാറ്റെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ എന്തൊക്കെയോ അറിയുന്ന അച്ഛനാ അടിമറ്റത്തച്ഛൻ. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? എന്നെ കാണാനല്ലേ വന്നത്? ഇവിടേക്ക് വരൂ. മാഡം, നമ്മൾ അച്ഛനെ കണ്ടില്ലെങ്കിലും അച്ഛൻ നമ്മളെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് രോമാഞ്ചം ഉണ്ടാവുക. അച്ഛനെ കാണുന്നില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ശരിയായ സ്ഥലത്തേക്ക് നോക്ക്. ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. അച്ഛൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.